പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ മാസങ്ങളിൽ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങൾ നമ്മൾ വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സാക്ഷ്യ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമ്മുടെ നിയോഗങ്ങളും നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. കഴിഞ്ഞ മാസങ്ങളിൽ അമ്മയോട് ചേർന്ന് ഇവിടെ നമ്മൾ സമർപ്പിച്ച നിയോഗങ്ങൾ ഇന്ന് സാക്ഷ്യങ്ങളായി മാറി. ഈ രാത്രിയിൽ നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ വരുന്ന മാസങ്ങളിൽ സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും. ബോധ്യത്തോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. സാക്ഷ്യ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ശാലോം ശുശ്രൂഷകനായ ശ്രീ ഡൊമിനിക് സാവിയോയാണ്. അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതേരമരുതി ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 34 അധ്യായത്തിൻ്റെ 8 തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുകയാണ്: കർത്താവ് എത്രയോ നല്ലവനാണ് എന്ന് രുചിച്ചറിവിൻ. കർത്താവ് എത്രയോ നല്ലവനാണ് എന്ന് രുചിച്ചറിഞ്ഞവരുടെ അനുഭവ സാക്ഷ്യങ്ങളാണ് തുറന്നുള്ള നിമിഷങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുക. ദിനവൃത്താന്ത പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ സ്നേഹം ശാശ്വതമാണ്, അവിടുന്ന് നല്ലവനാണ്, കൃതജ്ഞതയോടെ അവിടുത്തെ നാം വാഴ്ത്തണമെന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ നൈറ്റ് വിജിൽ ശുശ്രൂഷകളിലൂടെ ധാരാളം സാക്ഷ്യങ്ങൾ ശാലോമിൽ ലഭിച്ചിട്ടുണ്ട്. 100 കണക്കിന് സാക്ഷ്യങ്ങൾ ശാലോമിൽ ലഭിച്ചിട്ടുണ്ട്. ഇത് ശാലോം ശുശ്രൂഷയുടെ പ്രത്യേകതയല്ല, മറിച്ച് ശാലോം മിനിസ്ട്രിയിലൂടെ സർവശക്തനായ ദൈവം തൻ്റെ ജനത്തിലേക്ക് തൻ്റെ കരങ്ങൾ നീട്ടിപ്പിടിക്കുന്നതെന്നും എന്നതിൻ്റെ അടയാളമാണ്. ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. ആ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുക ന്യായമായ കാര്യമാണ്. നമുക്ക് കർത്താവിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നല്ലവനായ ഒരുവൻ മാത്രമേ ഭൂമിയിലുള്ളൂ, സർവശക്തനായ കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കൈകളിൽ പിടിച്ചിട്ടെന്ന് പറഞ്ഞ്, മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞ്, സന്തോഷത്തോടെ പുഞ്ചിരിയോടെ എന്ന് പറഞ്ഞ്, നമ്മുടെ കർത്താവ് നല്ലവനാണ്. ഇടത്തും വലത്തും നിൽക്കുന്ന വ്യക്തിയോട് പറഞ്ഞ്, നമ്മുടെ കർത്താവ് നല്ലവനാണ്, അവൻ ഇന്നും ജീവിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാട്ടുപാടി ആനന്ദത്തോടെ കഴിഞ്ഞ നൈറ്റ് വിജിൽ രാത്രികളിലൂടെ ദൈവം നമ്മളെ അനുഗ്രഹിച്ച, നമ്മുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച ഈ രാത്രിയിൽ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കൈകൾ കൊട്ടി കൈകൾ അടിച്ച് സന്തോഷത്തോടെ നമുക്ക് കീർത്തനം ആലപിക്കാം. ഹല്ലേലൂയ. കരങ്ങളടിച്ച് അവിടുന്ന് നല്ലവനാണ്, അവിടുന്ന് നല്ലവനാണ്. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ശക്തനായവൻ, സങ്കേതമായവൻ, ഘോരവൈരിയൻ കയ്യിൽ നിന്നും വിടുവിച്ചവൻ. ശക്തനായവൻ, സങ്കേതമായവൻ, ഘോരവൈരിയൻ കയ്യിൽ നിന്നും വിടുവിച്ചവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. കരങ്ങൾ താത്തി ദൈവം കഴിഞ്ഞ നൈറ്റിയോട് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഹൃദയത്തിൽ ഓർത്തുകൊണ്ട്, നമ്മുടെ ജീവിതം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ഈ രാത്രി നമുക്ക് കർത്താവിന് നന്ദി പറയാം. അവൻ പാറയാണ്, സങ്കീർത്തൻ പറയുകയാണ്, അവൻ എൻ്റെ പാറയാണ്, എൻ്റെ കോട്ടയാണ്. നമുക്കും പറയാം, എൻ്റെ ദൈവം എനിക്ക് ബലമാണ്, എനിക്ക് അഭയമാണ്, എനിക്ക് കോട്ടയാണ്. ആ ബോധ്യത്തോടെ യേശുവേ നന്ദി പറയുന്നു, ആരാധിക്കുന്ന ദൈവം. അത്ഭുതത്തിൻ കരങ്ങൾ നീട്ടിടുന്നു, നമ്മെ അതിശയമായെന്നും നടത്തിയിടുന്നു. അത്ഭുതത്തിൻ കരങ്ങൾ നീട്ടിടുന്നു, നമ്മെ അതിശയമായെന്നും നടത്തിയിടുന്നു. എന്റെ പാറയാ
പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. നമുക്ക് ശാന്തമായി ഇരിക്കാം. സ്നേഹമുള്ളവരെ, യെശയ്യാ പ്രവചനത്തിന്റെ 66-ാം അധ്യായം 9-ാം തിരുവചനം ഇപ്രകാരം നമ്മളോട് അരുളി ചെയ്യുകയാണ്: ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? പ്രിയ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ധാരാളം കുടുംബങ്ങളിലെ വേദനകളെയാണ് കുഞ്ഞുങ്ങളില്ല എന്നുള്ളത്. അഥവാ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തന്നെ ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം മറ്റ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത അവസ്ഥ. ഈ വേദന അനുഭവിക്കുന്നവര് ധാരാളം വ്യക്തികളുണ്ട് എന്ന് ശാലോമിലേക്ക് വരുന്ന പ്രാർത്ഥനാപേക്ഷകൾ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു ദമ്പതികൾ ആലപ്പുഴയിൽ നിന്നും തങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള സാക്ഷ്യമാണ് നമ്മൾ ആദ്യമേ വായിച്ചു കേൾക്കാൻ പോകുന്നത്. ആലപ്പുഴ ജില്ലയിൽ നിന്നും മായ ടോജി എന്ന ഒരു സഹോദരിയാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വിഷമത്തിൽ ഞാൻ ഇരിക്കെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് ഞാൻ ഷാലോം നൈറ്റ് വിജിലിൽ TV കാണുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു പേപ്പറിൽ അപേക്ഷ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ എഴുതിയ അപേക്ഷ വെച്ച് 3 മാസത്തെ നൈറ്റ് വിജിലിന് ശേഷം ഞാൻ ഗർഭിണിയായി എന്ന് ഞങ്ങൾ അറിഞ്ഞു. ഗർഭകാലത്ത് എനിക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായി. കാരണം ഞാനൊരു VSD പേഷ്യൻ്റ് ആയിരുന്നു. എന്നാൽ എൻ്റെ ദൈവം എനിക്ക് എല്ലാത്തിൽ നിന്നും വിടുതൽ തന്ന് എനിക്കൊരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. എൻ്റെ സ്വർഗീയ പിതാവിന് 1000 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ ധാരാളം ദമ്പതികൾ ഈ രാത്രിയിൽ പേപ്പറിൽ തങ്ങളുടെ നിയോഗങ്ങൾ കണ്ണുനീരിൽ ചാലിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണർന്നിരിപ്പുണ്ട്. വിശ്വാസത്തോടെ നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് കരങ്ങൾ രണ്ടും ഉയർത്തിക്കൊണ്ട് ഈ രാത്രിയിൽ കുഞ്ഞുങ്ങളില്ലാത്ത സകല ദമ്പതികളെയും ഓർത്തുകൊണ്ട് നമുക്ക് നന്ദി പറയാം. വീണ്ടും ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരും ഉയർത്തിക്കൊണ്ട് സ്വതന്ത്രമായി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പ്രവൃത്തി ഒരു ഫ്രണ്ട് പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഷാലോം നൈറ്റ് വിജിലിനോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ സഹോദരിയുടെ ജീവിതത്തിൽ 4 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത സഹോദരിയുടെ ജീവിതത്തിൽ നൈറ്റ് വിജിൽ പ്രാർത്ഥിച്ചതിന്റെ 3-ാമത്തെ മാസത്തിൽ തന്നെ ഗർഭിണിയായി എന്നുള്ള വിവരം ആ സഹോദരി അറിഞ്ഞ സാക്ഷ്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇതുപോലെ ഈ ഷാലോം നൈറ്റ് വിജിൽ പങ്കെടുക്കുന്ന 10,000ങ്ങളിലേക്ക്, മക്കളില്ലാത്ത 10,000ങ്ങളിലേക്ക് കർത്താവിന്റെ കൃപ ഇപ്പോൾ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യെശയ്യാ 66:9 ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? ഈ വചനം അഭിഷേകമായി വ്യാപരിക്കട്ടെ. യെശയ്യാ 66:9 അഭിഷേകമായി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാട്ടുപാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കൈകളടിച്ച് പാടാം. അബ്രാഹത്തിന്റെ ദൈവം, അബ്രാഹം ചെയ്തതുപോലെ വിശ്വാസത്തിന്റെ പ്രവൃത്തി ഈ രാത്രി നമുക്ക് ചെയ്യാം. അബ്രാഹത്തിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, പരസ്പരം സന്തോഷത്തോടെ പാടിയേ. പരസ്പരം മുഖത്തോട് മുഖം നോക്കി ദൈവമേ, വാഴ്ത്തിടാം തിരുനാമം. പരസ്പരം മുഖത്ത് നോക്കി പുഞ്ചിരിയോടെ. അബ്രാഹത്തിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ പ്രിയ ദൈവമേ, വാഴ്ത്തിടാം തിരുനാമം. അവിടും നല്ലോ സത്യം, അവിടും നല്ലോ സ്നേഹം, അവിടും നല്ലോ ജീവൻ, അവിടും വേഗദൈവം. അവിടും നല്ലോ സത്യം, അവിടും നല്ലോ സ്നേഹം, അവിടും നല്ലോ ജീവൻ, അവിടും വേഗദൈവം. സ്നേഹമുള്ളവരെ, പരീക്ഷയിൽ പരാജയപ്പെടാത്തവരായിട്ട് പലരുടെയും ജീവിതങ്ങളിൽ അങ്ങനെയുള്ള പരാജയങ്ങൾ സംഭവിക്കാറുണ്ട്. എന്നാൽ 8 പ്രാവശ്യം പരീക്ഷ എഴുതി പരാജയപ്പെട്ട് തളർന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഒരു അനുഭവ സാക്ഷ്യമാണ്
നമ്മളിപ്പോൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. എൻ്റെ പേര് ജെസി എന്നാണ്. തലശ്ശേരിയിൽ കേളകത്തു നിന്നുമാണ് ഈ കത്ത് എഴുതുന്നത്. എല്ലാ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചകളിലും ഷാലോം TV-യിലൂടെ ഞാൻ നൈറ്റ് വിജിലിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തെ നൈറ്റ് വിജിലിൽ ഒരു സഹോദരിയുടെ കത്ത് വായിക്കുന്നത് ഞാൻ കേട്ടു. തൻ്റെ നിയോഗം സാധിച്ചാൽ ജാഗരണ പ്രാർത്ഥനയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അനുഗ്രഹം ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഞാൻ ശ്രവിച്ചത്. ഈ സമയം എൻ്റെ 2 മക്കളുടെയും, അതിൽ മൂത്ത മകൾ 8 പ്രാവശ്യം UGC നെറ്റ് എക്സാം എഴുതിയിട്ടും വിജയം ലഭിക്കാത്തതിൻ്റെ വിഷമങ്ങളും നിയോഗമായി നേർന്ന് എക്സാം വിജയിക്കുന്നതിനും പണം കെട്ടിവെക്കാതെ ജോലി ലഭിക്കുന്നതിനുമായി സമർപ്പിച്ചുകൊണ്ട് ഏപ്രിൽ മാസത്തെ നൈറ്റ് വിജിലിൽ ഞാൻ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, മെയ് മാസത്തിൽ 2 മക്കളുടെയും UGC നെറ്റ് എക്സാം റിസൾട്ട് വന്നപ്പോൾ അത്ഭുതകരമായി അവർ വിജയിക്കപ്പെട്ടു. ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിനെ മതം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കൂടാതെ മൂത്ത മകൾക്ക് 1 രൂപ പോലും ഡൊണേഷൻ കൊടുക്കാതെ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സ്ഥിര നിയമനം ലഭിക്കുകയും ഇളയ മകൾക്ക് കൊല്ലം അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായി ജോലി തന്നുകൊണ്ട് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 8 പ്രാവശ്യം പരാജയപ്പെട്ടപ്പോഴും തകർന്നു പോകാത്ത ഒരു അമ്മ ആ കുടുംബത്തിലുണ്ടായിരുന്നു. അവര് മുട്ടിപ്പായി തമ്പുരാനിൽ ആശ്രയിച്ചപ്പോൾ അവരുടെ നിലവിളിക്ക് മുമ്പിൽ പ്രാർത്ഥന കേൾക്കുകയും 1 ഡൊണേഷനും കൂടാതെ ആ കുഞ്ഞുങ്ങളെ ജോലി ലഭിക്കുവാൻ തക്ക തരത്തിൽ ദൈവം അനുഗ്രഹിച്ചുവെങ്കിൽ നമ്മുടെ ജോലി മേഖലകളിൽ, പ്രത്യേകിച്ച് പരീക്ഷയൊക്കെ കടന്നു വന്നിരിക്കുന്ന സമയമാണ്, ധാരാളം എക്സാമിനേഷന് ഫേസ് ചെയ്തിട്ട് പരാജയപ്പെട്ട വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ രാത്രിയിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയും കൂടെ കരങ്ങൾ ഉയർത്തുന്ന കർത്താവിനെ സ്തുതിക്കാമോ? കണ്ണുകൾ അടച്ച് നമ്മുടെ കുടുംബങ്ങളിലും ലോകം മുഴുവനുള്ള സകല പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സകല വിദ്യാർത്ഥികളുടെ മേലും, ജോലിക്ക് വേണ്ടി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവര്, IELTS എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവര്, അവരെല്ലാം യേശുവിന്റെ കാര്യങ്ങളിൽ കൊടുത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Praise the Lord. വലതുകരമധ്യേ praise the Lord. Praise the Lord. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈകളിൽ പിടിച്ചെടുത്ത് പറഞ്ഞ് നമ്മുടെ കർത്താവ് ജീവിക്കുന്നവനാണ്. മുഖത്ത് നോക്കി പുഞ്ചിരിയോടെന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് ജീവിക്കുന്നവനാണ്. സ്നേഹമുള്ളവരെ, അടുത്ത കത്ത് നമ്മൾ വായിക്കാം. ചിറ്റാട്ടുകരയിൽ നിന്നും ലിജി ചാർലിയുടെ സാക്ഷ്യമാണ് നാം കേൾക്കാൻ പോകുന്നത്. എൻ്റെ മകൻ തോബിത്ത് 9 വയസ്സ് പ്രായം. ജനിച്ച നാൾ മുതൽ അവൻ അന്ധനും ബധിരനുമാണ്, വളരെ ക്ഷീണിതനുമാണ്. ഭക്ഷണമെല്ലാം അവന് വാരി കൊടുക്കണം. മലമൂത്ര വിസർജനം കിടക്കുന്നിടത്ത് വെച്ചാണ് നടത്തുന്നത്. ഉറക്കെ ശബ്ദമുണ്ടാക്കി കരയുകയും നിരങ്ങി ഉരുണ്ട് വീടിൻ്റെ അകത്തുകൂടി പല സ്ഥലത്തേക്കും പോയിക്കൊണ്ടിരിക്കും. കൂടുതൽ ഒന്നും തന്നെ സംസാരിക്കുകയില്ല. കസേരയിൽ മേൽ കയറിയിരിക്കുകയും താഴെ ഇറങ്ങുകയും ചെയ്യും. എന്തായാലും മന്ദബുദ്ധിയല്ല. ഇടയ്ക്ക് നല്ലവണ്ണം ചിരിക്കും. ചോറ് ഉടച്ച് എന്തെങ്കിലും കറിയും ചേർത്ത് ഭക്ഷണം കോരിക്കൊടുത്താൽ അല്ലാതെ മറ്റൊന്നും കഴിക്കില്ല. ഈ കുഞ്ഞിന് കാലഭേദങ്ങൾ അറിയാത്തതിനാൽ രാത്രിയും പകലും അവൻ അറിയുന്നില്ല. ആയതിനാൽ അവൻ്റെ ഉറക്കം പകൽ മാത്രമാണ്. രാത്രിയിൽ ഉറക്കമില്ല. ഇവന് രാത്രി ഉറങ്ങാതെ ഇരുന്നാൽ ഉറക്ക ശബ്ദമുണ്ടാക്കി കരയുന്നത് കൊണ്ട് കുടുംബാംഗങ്ങളായ ഞങ്ങൾ രാത്രിയിൽ തീരെ ഉറങ്ങാൻ കഴിയാതെ ഏറെ വിഷമിച്ചിരുന്നു. ഈ വിഷമങ്ങൾ ഷാലോം നൈറ്റ് വിജിലിൽ പങ്കുവെച്ച് എഴുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി യേശുനാഥൻ ഞങ്ങളുടെ കരച്ചിൽ കാണുകയും കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്തു. കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ ഇന്ന് വരെ ഈ മകൻ രാത്രി 9 മണിയോടുകൂടെ ഉറങ്ങുകയും പ്രഭാതത്തിൽ 6 മണിയോടുകൂടി ഉണരുകയും ചെയ്യത്തക്ക രീതിയിൽ ദൈവം ഞങ്ങളുടെ കണ്ണുനീര് കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ണ് നനഞ്ഞു പോകുന്ന ഒരു അനുഭവ സാക്ഷ്യമാണ്. ഒന്ന് ഓർത്തു നോക്കിക്കേ. ഈ രാത്രിയിൽ നമുക്കും പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് വ്യക്തികൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉറങ്ങാൻ കഴിയാതെ ധാരാളം മക്കള്, ചെറുപ്പക്കാർ മുതൽ ധാരാളം മക്കള് ഉറക്കം നഷ്ടപ്പെട്ട്
ഇതുപോലെ രോഗപീഠകൾ അടിമപ്പെട്ടൊക്കെ തളർന്നു കിടപ്പുണ്ട്. നമുക്ക് വിശ്വാസത്തോടെ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സകല രോഗമേഖലകളിലേക്കും ഈ സഹോദരിയുടെയും കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ ഇടപെട്ട ദൈവം അത്ഭുതകരമായി അനവധി കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ വേണ്ടി, രോഗപീഠകളിൽ ദൈവത്തിന്റെ കരങ്ങൾ ഇടപെടുവാൻ വേണ്ടി, യേശു ജീവിക്കുന്നവനാ ദൈവം ഇടപെടുന്നതിന് വേണ്ടി യേശുവേ എന്ന് ഉറക്കെ വിളിച്ച് സ്തുതിക്കാമോ? യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് പാടാം, കരങ്ങളടിച്ച് പാട്ട് പാടി സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തി. സ്തുതിച്ചിടുവാൻ എന്നും പുകഴ്ത്തിടുവാൻ എന്നും പാടിടുവാൻ നീ യോഗ്യനെ. എന്നും സ്തുതിച്ചിടുവാൻ എന്നും പുകഴ്ത്തിടുവാൻ എന്നും പാടിടുവാൻ നീ യോഗ്യനെ. നന്ദി നന്ദി നാഥ അത്യുന്നതനാം ദേവ, നിന്നാമം എത്ര വന്ദനീയമേ. ഹല്ലേലൂയ. നന്ദി നന്ദി നാഥ അത്യുന്നതനാം ദേവ, നിന്നാമം എത്ര വന്ദനീയമേ. ഹല്ലേലൂയ. നന്ദി നന്ദി നാഥ അത്യുന്നതനാം ദേവ, നിന്നാമം എത്ര വന്ദനീയമേ. 127 സങ്കീർത്തനം 1 തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുകയാണ്: കർത്താവ് വീട് പണിയുന്നില്ല എങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഭവനമില്ലാതെ കഷ്ടത അനുഭവിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്. എനിക്കറിയാം, നമ്മുടെ മുമ്പിൽ ഇവിടെ തന്നെ ഒരു ജോസിയേട്ടൻ ഇവിടെ നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഏറെ നാളുകൾക്ക് മുമ്പ് ശാലോമിൽ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഭവനമില്ല. ജോസേട്ടൻ എഴുന്നേറ്റ് നിൽക്കാമോ? ഈ ജോസേട്ടൻ ഇവിടെ ഈ തൊട്ട് താഴെ ജോസേട്ടൻ്റെ വീട് വെറ്റിലപ്പാറയാണ്. ഈ ജോസിയേട്ടൻ ഭവനമില്ലാതെയാണ് കടന്നു വന്നത്. കഴിഞ്ഞ മാസം അദ്ദേഹത്തിന്റെ പുതിയ ഭവനം കർത്താവിനാൽ ആശീർവദിക്കപ്പെട്ടു. ഏറെ നിരാശയോടെയാണ് ജോസിയേട്ടൻ ശാലോമിന്റെ ആലയത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ഏറെ ദാരിദ്ര്യമുണ്ടായിരുന്നു. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കർത്താവിന് നന്ദി പറയുവാൻ വേണ്ടി കുടുംബസമേതം അദ്ദേഹം കടന്നു വന്നിരിക്കുകയാണ്. കാരണം ജോലിയില്ലാതിരുന്ന മക്കൾക്ക് അത്ഭുതകരമായി ദൈവം ജോലി നൽകുകയും അതോടൊപ്പം തന്നെ ധാരാളം സാമ്പത്തിക മേഖലകളിൽ പോലും ദൈവം അനുഗ്രഹിക്കുകയും ശാലോമിന്റെ പ്രസിദ്ധീകരണ ശുശ്രൂഷകൾ അദ്ദേഹത്തിന്റെ ഇടവുകളിൽ ഓരോ ഭവനങ്ങളിലും കയറി ഇറങ്ങി കൊടുക്കുവാൻ തക്ക തരത്തിൽ അദ്ദേഹം ഈശോയ്ക്ക് വേണ്ടി നിലകൊണ്ടപ്പോൾ ദൈവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇടപെട്ടതിനെ ഓർത്ത് കരങ്ങളടിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇതുപോലെ തന്നെ ഒരു കത്താണ് നാം ഈ സമയങ്ങളിൽ വായിക്കാൻ പോകുന്നത്. ഇടുക്കിയിൽ നിന്നും സിസിലി ജോസ് എഴുതുന്ന അനുഭവ സാക്ഷ്യം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശാലോം പ്രയർ ഗ്രൂപ്പിന് ഞാൻ ശാലോം നൈറ്റ് വിജിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ഒരു വർഷക്കാലമായി ഒരു ഭവനം ലഭിക്കുന്നതിന് വേണ്ടി അതിയായി ആഗ്രഹിച്ചു. ശാലോം പ്രയർ ഗ്രൂപ്പിൽ ഫോണിലൂടെയും ഇമെയിലിലൂടെയും പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും മുടങ്ങാതെ ശാലോം ടിവിയുടെ മുമ്പിൽ കുടുംബസമേതം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്ത സ്ഥലത്ത് പലരും വില പറഞ്ഞ് വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് വിവിധ കാരണങ്ങളാൽ കച്ചവടം നടക്കാതെ ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടതുപോലെയും 2013 പണി തീർത്ത ഒരു പുതിയ വീട് ഞങ്ങൾക്ക് സ്വരൂപിക്കാവുന്ന തുകയ്ക്ക് ഞങ്ങളുടെ കർത്താവ് ഒരുക്കി തന്നു. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിന്റെ തൊട്ട് താഴെ ഒരു വലിയ സാക്ഷ്യം കൂടി എഴുതിയിരിക്കുകയാണ്. ഈ കുടുംബത്തിലെ കുടുംബനാഥൻ 42 വർഷക്കാലമായിട്ട് ഒരു ദുശീലത്തിന് അടിമയായിരുന്നു. പുകവലി എന്ന ദുശീലത്തിന് അടിമയായിരുന്നു. കഴിഞ്ഞ ഡിസംബർ മാസം 3-ാം തീയതി മുതൽ ഇന്ന് വരെ ആ പുകവലി ദുശീലത്തിൽ വീണു പോകാതെ അത്ഭുതകരമായ ആ ദുശീലത്തിൽ നിന്നും നമ്മുടെ കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഭവനമില്ലാതിരുന്ന കുടുംബത്തിന്റെ മുമ്പിൽ അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവര് മറ്റു പലരും ഉയർന്ന വില പറഞ്ഞിട്ട് കൊടുക്കാതെ വെച്ചിരുന്ന ആ സ്ഥലം കുറഞ്ഞ വിലക്ക് ഇവരുടെ ദൈവം, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം, അവർക്ക് വേണ്ടി കനിഞ്ഞു നൽകിയ ദൈവം നമുക്കും ഒരു ഭവനം തരാതിരിക്കുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭവനമില്ലാത്തവർ ധാരാളം വ്യക്തികൾ ലോകത്ത് വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട്. കണ്ണുകളടച്ച് 2 കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, അതുപോലെ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവരുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഏക മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കരങ്ങളടിച്ച് പാടാം. എല്ലാം കൃപയാലാണ് ദൈവം തരുന്നത്. സ്തുതിക്കാമെന്നാളും വർണ്ണിക്കാമെന്നാളും ദൈവത്തിൻ പൊന്നാമത്തെ. ദുഃഖങ്ങൾ നീക്കുന്ന രോഗങ്ങൾ മായ്ക്കും ജീവിക്കും കർത്താവിനെ. സ്തുതിക്കാമെന്നാളും വർണ്ണിക്കാമെന്നാളും ദൈവത്തിൻ പൊന്നാമത്തെ. ദുഃഖങ്ങൾ നീക്കുന്ന രോഗങ്ങൾ മായ്ക്കും ജീവിക്കും കർത്താവിനെ. കൃപയേറും നാഥാ നിന്നെ സവിധേ വരുന്നു ഞങ്ങൾ. കൃപമാരി ചൊരിയുന്നോനെ നന്ദിയോടെ പാടിയിടും ഞാൻ. കൃപയേറും നാഥാ നിന്നെ സവിധേ വരുന്നു ഞങ്ങൾ. കൃപമാരി ചൊരിയുന്നോനെ നന്ദിയോടെ പാടിയിടും ഞാൻ. യെശയ്യാ പ്രവചനം 58 അധ്യായം 9 തിരുവചനം ഇപ്രകാരം അരുളിച്ചെയ്യുകയാണ്. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിച്ചാൽ ഇതാ ഞാൻ എന്ന് മറുപടി തരും. പ്രിയപ്പെട്ടവരെ, ദുബായിൽ നിന്നും സിൻഡോ എന്ന ഒരു സഹോദരൻ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിച്ചപ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ടതിൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് ഈ സമയങ്ങളിൽ വായിച്ചു കേൾക്കാം. ഞാൻ വർഷങ്ങളായി ശാലോം നൈറ്റ് വിജിൽ കണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ജീവിത പങ്കാളി അർച്ചന BSc നേഴ്സാണ്. നാളുകളായി ഒരു ക്ലിനിക്കിലാണ് ഭാര്യ ജോലി ചെയ്തിരുന്നത്. അതിനാൽ മകൻ ഷാരോണിനെ 3 വർഷമായി മാതാപിതാക്കളുടെ അടുത്ത നാട്ടിൽ നിർത്തിയാണ് ജോലി ചെയ്യുന്നത്. ഈ ക്ലിനിക്കിലെ ജോലി എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു അനുഗ്രഹമാകണേ എന്നും ഈ സമയങ്ങളിൽ ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. 2014 ആരംഭം മുതൽ ഒരു പുതിയ ജോലി ലഭിക്കുന്നതിനായി പരിശ്രമം നടത്തി ഒരുപാട് ഇൻ്റർവ്യൂവും എക്സാമും അറ്റൻഡ് ചെയ്തെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. 2015 ജനുവരി 2-ാം തീയതി ശാലോം നൈറ്റ് വിജിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ജീവിത പങ്കാളിയോട് ഇങ്ങനെ പറഞ്ഞു: ഒരു നല്ല ഹോസ്പിറ്റൽ നല്ല ശമ്പളത്തിന് ജോലി ലഭിക്കുകയാണെങ്കിൽ ശാലോം TVയിലെ നൈറ്റ് വിജിലിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, ദുബായിൽ തന്നെ ഹോസ്പിറ്റലിൽ ജനുവരി 15-ാം തീയതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ജനുവരി 18-ന് ഓഫർ ലെറ്റർ ലഭിക്കുകയും ജോലി ലഭിക്കുകയും ചെയ്തു. സർവശക്തനും കാരുണ്യവാനുമായ യേശുവിന്റെ തിരുനാമത്തിന് സ്തുതിയും പുകഴ്ചയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സമയങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ബലഹീനത എന്തു തന്നെയാണെങ്കിലും ആ ബലഹീനതകളിലേക്ക് ദൈവത്തിന്റെ ശക്തി കടന്നു വരുന്ന നിമിഷമാണ്. 2 കരങ്ങൾ കർത്താവിന്റെ പക്കലെ ഉയർത്തിക്കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സകല മേഖലകളെയും, കുടുംബത്തിലെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദാരിദ്ര്യങ്ങൾ, ജോലി മേഖലകളെല്ലാം യേശുവിന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് ഈ സഹോദരന്റെ കുടുംബ ജീവിതത്തിൽ ഇടപെട്ട, ജോലി മേഖലയിൽ ഇടപെട്ട് അവര് നിരാശരായില്ല. പ്രിയപ്പെട്ട, 1 വർഷം മുഴുവൻ അവർ പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാതെ വന്നപ്പോൾ അവർ നിരാശരായില്ല. അവർ വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ചു. കർത്താവിന്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പാടി ആരാധിക്കാം, പാട്ട് പാടി ആരാധിക്കാം. ബലഹീനതയിൽ ബലമേ, ബലം പകരാൻ കഴിവുള്ളവനാണ് ദൈവം. എന്നെ സഹായിക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം. ആ ബോധ്യത്തോടുന്ന പാടാം. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും പാടാമോ? കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ഒരിക്കൽ പാടാമോ? കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. സ്നേഹമുള്ളവരെ, ഈ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. ഈ സമയങ്ങളിൽ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന നമ്മളെല്ലാം അനുഗ്രഹത്തിന് കാരണമായ ശാലോം മിനിസ്ട്രീസിന് ആവശ്യമാണ്. അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. സ്നേഹമുള്ളവരെ, ഈ സമയങ്ങളിൽ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ ഒരു ശാലോം ടെലിവിഷൻ കണ്ടുകൊണ്ടൊക്കെ ഈ സമയങ്ങളിലായിരിക്കുന്ന വ്യക്തികളും കർത്താവിന് പക്കല് ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ധാരാളം മക്കൾ ഒന്നിച്ചുള്ള പ്രാർത്ഥന ശാലോം മിനിസ്ട്രിക്ക് വലിയ അഭിഷേകമായി മാറും. തളർന്നവർ എഴുന്നേറ്റ് നടക്കുവാൻ തക്ക തരത്തിലുള്ള വീര്യപ്രവർത്തികൾ ചെയ്യും.
വലിയ രോഗശാന്തികൾ സംഭവിക്കും. പ്രിയ സാക്ഷ്യം എടുത്തു വെച്ചപ്പോൾ അത്ഭുതകരമായി ക്യാൻസർ രോഗം സുഖപ്പെടുത്തിയ സാക്ഷ്യം എൻ്റെ കണ്ണിൽപ്പെട്ടു. ധാരാളം സാക്ഷ്യങ്ങൾ, ഏതാനും സാക്ഷ്യങ്ങൾ മാത്രമേ നമ്മൾ വായിച്ചു കേട്ടുള്ളൂ. വലിയ വീര്യപ്രവൃത്തികൾ കർത്താവ് ഇനിയും ചെയ്യും. ശാലോം മിനിസ്ട്രിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. അതുകൊണ്ട് ദയവായി കണ്ണുകളൊന്ന് അടയ്ക്കാമോ? കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ പ്രാർത്ഥന പലതരം കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൽ കാണാം. ശാലോം ടെലിവിഷനും ശാലോം പ്രസിദ്ധീകരണങ്ങളും അടങ്ങുന്ന ഒരു വലിയ മിനിസ്ട്രി കർത്താവ് നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതിനെ കർത്താവിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ഏറ്റവും വലിയ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ലോകം മുഴുവൻ അങ്ങയുടെ വചനം എത്തിക്കുവാൻ സഭയിൽ അങ്ങ് ഉയർത്തിയ ശാലോം മിനിസ്ട്രിയെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. തിരുരക്തത്താൽ പൊതിഞ്ഞ് എല്ലാവിധ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും അന്ധകാര പ്രവർത്തികളുടെ ഇടപെടലുകളിൽ നിന്നും സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ശാലോമിന്റെ നേതൃത്വ നിരയെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ശാലോമിന്റെ എല്ലാ ശുശ്രൂഷകരെയും എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, സ്വർഗത്തിന്റെ സംരക്ഷണം, സ്വർഗത്തിന്റെ സംരക്ഷണം ശാലോം മിനിസ്ട്രിക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു നാമത്തില് ഏക മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തികള് ശാലോമിനെ തകർക്കുന്ന അന്ധകാര ശക്തികള് യേശു നാമത്തില് വിട്ടുപോകട്ടെ. സ്വർഗത്തിന്റെ സംരക്ഷണത്താൽ, സ്വർഗത്തിന്റെ സംരക്ഷണത്താൽ ശാലോം നിറയട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിന്റെ സംരക്ഷണം ശാലോമിന്റെ മേല് ഇപ്പോൾ സംഭവിക്കട്ടെ. ഇപ്പോൾ കൃപ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിറയട്ടെ. എല്ലാ ശുശ്രൂഷകരും, പ്രത്യേകിച്ച് നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്നവര്, അവരുടെ കുടുംബങ്ങള് എല്ലാവരും യേശുവിന്റെ രക്തത്താൽ സംരക്ഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷ അവരെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏറ്റവും പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, വലതുകരം ഉയർത്തി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ വചനം അനേക ദേശങ്ങളിലും അനേക കുടുംബങ്ങളിലും എത്തിക്കുവാൻ അവിടുന്ന് ഉപകരണമാക്കുന്ന ശാലോം ടെലിവിഷനെയും അതിന്റെ എല്ലാ വിതരണ സംവിധാനങ്ങളെയും ശാലോം ടെലിവിഷൻ സൗജന്യമായി വിതരണം ചെയ്യുന്ന DTH കേബിൾ മേഖലകളെയും ഇന്റർനെറ്റ് മേഖലകളെയും പ്രത്യേകമായും സാമ്പത്തികമായും പ്രാർത്ഥന വഴിയും ശാലോമിനെ സഹായിക്കുന്ന ശാലോം പീസ് ഫെലോഷിപ്പിലെ എല്ലാ അംഗങ്ങളെയും അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ പക്കലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് ശാലോം ടെലിവിഷന്റെ പ്രോഗ്രാം കാണുന്ന സകലരും, പ്രത്യേകിച്ച് നൈറ്റ് വിജിൽ പ്രോഗ്രാം കാണുന്ന സകലരും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ ബോധ്യത്തോടെ ശാലോമിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന പ്രൊഡക്ഷൻ ക്രൂസ്, അതിനുവേണ്ടി അധ്വാനിക്കുന്ന സകലരും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഇതിന്റെ വിതരണ സംവിധാനങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഒരിക്കൽ കൂടി രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം തീജ്വാലയായി ഇപ്പോൾ ഇറങ്ങുന്നതിനായി പ്രാർത്ഥിക്കാം. ശാലോം ടെലിവിഷൻ കാണുന്നവര് അത് വീണ്ടും വീണ്ടും കാണുവാൻ ദാഹമുണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മീഡിയ മേഖലകളും വിശുദ്ധീകരിക്കട്ടെ. എല്ലാ മീഡിയ മേഖല വിശുദ്ധീകരിക്കട്ടെ. ശബരബല ഭീയര, ശബരബല ഭീയരബല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. പുതിയ പ്രോഗ്രാമുകൾ ഉണ്ടാകട്ടെ. പ്രോഗ്രാമുകൾ അഭിഷേകം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ജ്വാലയാ റൂഹായേ വരണമേ. തീ ജ്വാലയാ റൂഹായേ വരണമേ. ആത്മാവേ നിറയണമേ. അഭിഷേകം ചെയ്യണമേ. ആത്മാവേ നിറയണമേ. അഭിഷേകം ചെയ്യണമേ.
അഭിഷേകം തരട്ടെ. വരണമേ. പരിശുദ്ധാത്മാവേ, അഗ്നിയായി അഭിഷേകമായി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മബലം പ്രാപിക്കട്ടെ. പുതിയ വചനങ്ങൾ തരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരണമേ, അഭിഷേകം ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം ശാലോമിന്റെ എല്ലാ വിദേശ ശുശ്രൂഷകളെയും നമുക്ക് ഈ സമയങ്ങളിൽ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്താം. ശാലോം വേൾഡിന് വേണ്ടി പ്രാർത്ഥിക്കാം. അമേരിക്കയിലെ സുവിശേഷ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കേരളത്തിനകത്തും പുറത്തും നടക്കുന്ന എല്ലാ ഔട്ട്റീച്ച് ശുശ്രൂഷകളെയും ധ്യാനങ്ങളെയും കൺവെൻഷനുകളെയും അഭിഷേകമുള്ളതാക്കി മാറ്റണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ബെന്നിസാറിന്റെ എല്ലാ പ്രോഗ്രാമുകളെയും ദൈവകാര്യങ്ങളെ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശാലോമിന്റെ വിവിധ ശുശ്രൂഷകളുടെ മേല് ദൈവകൃപ നിറയട്ടെ. ഒരു അഗ്നിയുടെ ഒരു അഭിഷേകം ശാലോം മിനിസ്ട്രിയുടെ മേൽ ഇപ്പോൾ നിറയുന്നതായി കണ്ടുകൊണ്ട് ശാലോമിന്റെ വിദേശ ശുശ്രൂഷകളെ മുഴുവനെയും ഉയർത്തിക്കൊണ്ട് ദൈവകാര്യങ്ങളെ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ധ്യാന പ്രോഗ്രാമുകളും എല്ലാ കൺവെൻഷനും എല്ലാ ഔട്ട്റീച്ച് പ്രോഗ്രാമുകളും സമ്പൂർണ്ണ ശാലോം ഇടവക പ്രോഗ്രാമുകൾ അഭിഷേകമുള്ളതായി മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏറ്റവും വലിയ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോമിന്റെ പ്രസിദ്ധീകരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏക മനസ്സോടെ ഐക്യത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോം പ്രസിദ്ധീകരണങ്ങളെ സഭയ്ക്ക് ഒരു അനുഗ്രഹമാക്കണമേ, ലോകത്തിനൊരു അനുഗ്രഹമാക്കണമേ. ഹല്ലേലൂയ. പ്രത്യേകമായും ശാലോമിന്റെ മലയാളം, ഇംഗ്ലീഷ്, തമിഴ് മാസികകളെ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. സൺഡേ ശാലോമിനെ സഭയ്ക്ക് ഒരു അനുഗ്രഹമാക്കണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോമിന്റെ എല്ലാ ഏജന്റുമാരെയും എല്ലാ റിപ്പോർട്ടർമാരെയും എല്ലാ എഴുത്തുകാരെയും അവിടെ ഏറ്റെടുക്കണമേ. കർത്താവായ യേശുവേ, സോഫിയ ബുക്സിനെ അനുഗ്രഹിക്കണമേ. വളരെ പ്രത്യേകമായി ശാലോമിന്റെ പുതിയ പുസ്തകമായ വളരെ പ്രത്യേകമായി ബെന്നിസാർ എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രലോഭനങ്ങളെ വിടാം എന്ന പുതിയ പുസ്തകത്തെ അങ്ങയുടെ ആശീർവാദത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. അനേകരെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ ഈ പുതിയ പുസ്തകം കാരണമായി മാറട്ടെ, വെളിച്ചമായി മാറട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ശാലോമിന്റെ എല്ലാ വായനക്കാരെയും എല്ലാ പ്രേക്ഷകരെയും എല്ലാ അഭ്യുദയകാംക്ഷികളെയും ഏക മനസ്സോടെ ഉയർത്തിക്കൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നാമത്തിൽ ശാലോം മിനിസ്ട്രീസിന്റെ മേൽ ദൈവകൃപ സംഭവിക്കട്ടെ, ദൈവകൃപ സംഭവിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥന മിനിസ്ട്രിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹോസ്പിറ്റൽ മിനിസ്ട്രിയെ കർത്താവിന്റെ കരങ്ങളെ കൊടുക്കാം. ധ്യാന സംഘങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത്ഭുതകരമായ ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.